ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഞാനിപ്പോൾ ഒരു 8 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 4 സൈഡും ഇങ്ങനെ സൈഡ് കട്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഓൾറെഡി നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലി അംഗങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കുറ്റങ്ങളും കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു 8 ബ്രെഡാണ് ഞാൻ അങ്ങനെ 4 സൈഡ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രെഡ് ഉണ്ടല്ലോ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുഴയ്ക്കാം, പൊടിച്ചെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ എടുത്ത് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് കുഴച്ചെടുക്കാം. ഓക്കെ ഓക്കെ ആ മതി. ഇത്തിരി ഓവറായോ എന്നൊരു ഡൗട്ട് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, കുറച്ച് ഒഴിക്കാം. ഇതിലേക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ആ പഞ്ചസാര ലൈനി ഉണ്ടല്ലോ അതുണ്ടാക്കി വെക്കാം. ഫസ്റ്റ് തന്നെ ഇത് പൊരിച്ച് നമ്മളതിലേക്ക് ഇടുകയാണ് ചെയ്യുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് പൊരിക്കാൻ പോകുന്നത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓരോ പീസ് എടുത്തിട്ട് ഇവിടെ നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഇത്ര വെള്ളമാക്കണം എന്നില്ല, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറക്റ്റായൊരു സംഭവം കിട്ടില്ല. എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ മാഡാണ്. ആദ്യം വർക്ക് ചെയ്യുന്നിടത്തെ മാഡാണ് എനിക്കിത് ഫസ്റ്റ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, ഒരു 2015 അതിത്തിരി വലുതായിട്ടുണ്ട്, അതിൽ കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഇതൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഒരു പാനി ഉണ്ടാക്കണം, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇതൊരു ചട്ടി എടുത്തു. എന്നിട്ട് അത് ഗ്യാസ് ഓണാക്കി അതിൽ കത്തിച്ച ശേഷം ചട്ടി വെച്ചു. എന്നിട്ട് അതിനോടൊപ്പം തന്നെ അപ്പുറത്തെ സ്റ്റൗമ്മ ഒരു പാനിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2.25 എത്ര മധുരം കൂടുതൽ വേണമെന്നുള്ളവർ മധുരം ഇടാം, പഞ്ചസാര ഇടാം. പിന്നെ ഒരു 4 ഏലക്കായും ഇട്ട് നന്നായി തിളപ്പിക്കുക. ഇതാണ് നമ്മുടെ പാനി. ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ടാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാനതവിടെ വെച്ചു. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, കുറച്ച് കുറച്ചാക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു നുള്ളെടുത്തിട്ട് അതിലേക്ക് ഇട്ടു. ഓക്കെ, ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം എടുത്തു ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഫ്ലെയിം ഇങ്ങനെ മീഡിയം വയ്ക്കുകയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓരോന്നോരോന്നിങ്ങനെ വറുത്ത് കോരി എടുക്കുക. നല്ല സോഫ്റ്റാണ് കേട്ടോ അത്. ഇത്രയേ ഉള്ളൂ, നമ്മളതിങ്ങനെ പൊരിച്ചെടുക്കുക. ഇനി നേരെ തിളച്ച് വന്ന പാനിയിലേക്ക് നമ്മളത് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം നിങ്ങൾ തിളപ്പിക്കാവുന്നതാണ്. എനിക്കധികം കട്ടി വേണമെന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ മധുരം അധികം വേണമെന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഗുലാബ് ജാം ഹോം മെയ്ഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ളവർ
എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.